ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന് സ്മരണയേകി മിൽമയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനം ആചരിച്ചു. മിൽമ ഡയറി പ്ലാന്റിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണുവാൻ അവസരമേകിയാണ് പത്തനംതിട്ട ഡയറിയുടെ നേതൃത്വത്തിൽ ദേശീയ ക്ഷീരദിനാചരണം നടത്തിയത്. ധവള വിപ്ലവത്തിന്റെ പിതാവിന് പ്രണാമമർപ്പിച്ച് മിൽമയുടെ നേതൃത്വത്തിൽ ദേശീയ ക്ഷീരദിനാചരണം നടത്തി. കർഷകരെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഉടമകളാക്കി മാറ്റിക്കൊണ്ട് ക്ഷീരകർഷകരുടെ പട്ടിണിയും അവർ നേരിടുന്ന ചൂഷണവും അവസാനിപ്പിച്ച ധവള വിപ്ലവത്തിലൂടെ ഇന്ത്യൻ ജനതയെ പട്ടിണിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ വർഗീസ് കുര്യൻ ജന്മം കൊണ്ടൊരു മലയാളിയായിരുന്നു. അദ്ദേഹം മലയാളിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടുതലും ഗുജറാത്തിലായി. തികച്ചും അസംഘടിതമായ ഒരു മേഖലയാണ് ക്ഷീരമേഖലയെ സംഘടിതമായ രീതിയിൽ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന രീതിയിൽ അതിനെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്യുകയും അതനുസരിച്ച് അനവധി ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ശരിയായ തോതിൽ വരുമാനം എത്തിക്കുകയും അതുവഴി അവരുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും ഇതിനും കാരണക്കാരനായ വ്യക്തി അദ്ദേഹം 1946 മുതലാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അമൂൽ ഡയറി 1956 തുറന്നത്. അന്ന് മുതൽ അമൂൽ ഡയറിയുടെ ശിലാസ്ഥാപനം മുതൽ അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഗുജറാത്ത് തന്നെയായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ കർഷകർക്ക് ഒരു ഉന്നമനം കിട്ടാനും അവരുടെ പാലിന് ന്യായമായ വില ലഭിക്കാനും ഇടനിലക്കാരപ്പം നേരത്തെ പാൽ വിപണനം ബോംബെയിലായിരുന്നു, ഗുജറാത്തിലെ പാലെല്ലാം വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ഇടത്തട്ടുകാർ ഒക്കെയാണ് കൂടുതലും വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഇടത്തട്ടുകാരുടെ ചൂഷണം ഒഴിവാക്കി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ശരിയായ തോതിലുള്ള വില ലഭിക്കാനുള്ള ഒരു മൂവ്മെന്റിന് അദ്ദേഹത്തിന് തുടക്കമിടാൻ കഴിയും. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും സംസ്കരണവും നിർമ്മാണവും അതിൽ പുലർത്തുന്ന പരിശുദ്ധിയും പൊതുജനത്തിന് നേരിട്ട് മനസ്സിലാക്കുവാൻ അവസരമേക്കിക്കൊണ്ടാണ് മിൽമയുടെ പത്തനംതിട്ട ഡയറിയുടെ നേതൃത്വത്തിൽ ദേശീയ ക്ഷീരദിനാചരണം നടത്തിയത്. തട്ട തോലെഴുത്തുള്ള പ്ലാന്റിന്റെ വാതായനം 2 ദിനങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയപ്പോൾ പാക്കറ്റിലെത്തുന്ന പാലിന്റെയും പേടയുടെയും നിർമ്മാണ രഹസ്യങ്ങൾ നേരിട്ടറിയുവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭ നിമിഷമായി മാറി കാണികൾക്ക്. പാക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല. ഈ പാക്കറ്റ് പാൽ കറക്കുന്നത് മുതൽ കവറിൽ വരുന്നിടം വരെ അത് യാതൊരു കൈ ടച്ച് തൊടാതെ ഇത്രമാത്രം ഈ മിഷനറിയുടെ സഹായത്തോടുകൂടി ഈ പാലുൽപാദനം നമ്മുടെ കയ്യിലെത്തുന്ന ഈ മിൽമ ഇത്രമാത്രം സത്യത്തിൽ കാണേണ്ട സംഗതികളാണ്. ഈ പാലുൽപാദനം, അതുപോലെ ബീഡ, അതിൻ്റെ ബട്ടർ മിൽക്ക്, അങ്ങനെ പല പല വെറൈറ്റീസ് നമ്മൾ യാതൊരു കൈയും നമ്മുടെ ശരീരം വഴി ടച്ച് ചെയ്യാതെ വളരെ ശുദ്ധമായ രീതിയിൽ വളരെ എങ്ങനെ അതിനെപ്പറ്റി വളരെ സുതാര്യമായ രീതിയിൽ ജനങ്ങളിലെത്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല സമരമാണ്. മിൽമ ഇങ്ങനെ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ശനിയാഴ്ച ഉണ്ടാക്കേണ്ടിയായിരുന്നു. ഒരാഴ്ച കാലം ഇതിന് ടൈം കൊടുക്കണം. പല സ്കൂളുകൾക്കും കൂടുതലും ഇതിനൊരു പബ്ലിസിറ്റിയുടെ കൊടുത്തായിരുന്നെങ്കിൽ ഇത് ഒന്നുകൂടെ ഉയർത്തിലേക്ക് വരുമായിരുന്നു. 2 ദിനങ്ങളിലായി പ്ലാന്റിൽ സന്ദർശനം നടത്തിയവരിലധികവും വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളായിരുന്നു. കർഷകർ വിവിധ ക്ഷീരസംഘങ്ങളിലെത്തിക്കുന്ന പാൽ വാഹനങ്ങളിൽ മിൽമയുടെ ഡയറി യൂണിറ്റിലെത്തിച്ച് സംസ്കരണ പ്ലാന്റിലേക്ക് ശേഖരിക്കുന്നതും തുടർന്ന് ശുദ്ധീകരിച്ചും ചൂടാക്കിയും തണുപ്പിച്ചും സംസ്കരിക്കുന്നതും കരസ്പർശമേൽക്കാതെ പാക്കറ്റിലാക്കി ഡ്രേകളിൽ ശേഖരിക്കപ്പെടുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കും കൗതുകവും ഒപ്പം വിജ്ഞാനവുമേകി. എന്തൊക്കെയാ പാല് ശുദ്ധീകരിക്കുന്നതും പിന്നെ അതിന് വെള്ളങ്ങളൊക്കെ ഒരേ ടാങ്കിൽ പോകുന്നതൊക്കെ കുളത്തിൽ വെള്ളമൊക്കെ എടുത്ത് നല്ല ശുദ്ധീകരിച്ചു. നെയ്യ് ഉണ്ടാക്കുന്നുണ്ടോ? തൈര് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ എഴുതിയെടുത്ത് പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നത്, മാംഗോ ജ്യൂസും ആപ്പിൾ ജ്യൂസും എല്ലാം കണ്ടു. നല്ല കാഴ്ചയായിരുന്നോ? പിന്നെ പാൽ എങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെ പാക്ക് ചെയ്യുന്നത്? എന്നിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ പാല് പാക്ക് ചെയ്യുന്നത്? പറഞ്ഞു തന്നവര് പാൽ തിളപ്പിച്ച് വറ്റിച്ച് നാവിൽ രുചിയൂറുന്ന പേടയും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നേരിട്ട് കാണുവാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. മിൽമ നൽകിയ ഫ്ലേവേർഡ് മിൽക്കും വിവിധ ഉൽപ്പന്നങ്ങളും രുചിച്ചുകൊണ്ടായിരുന്നു കുട്ടികളുടെ സന്ദർശനം. പത്തനംതിട്ട ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവസരം പ്രയോജനപ്പെടുത്തി. പാൽ അണുവിമുക്തമാക്കുന്ന പാസ്ചറൈസേഷൻ പ്രക്രിയ, അണുവിമുക്തമാക്കുന്ന പാലിലെ കൊഴുപ്പിന്റെ അംശം നിയന്ത്രിതമായി നിലനിർത്തുന്ന ഹോമോജനൈസേഷൻ,
ഫ്ലേവേഡ് മിൽക്ക് നിർമ്മാണം എന്നിവയൊക്കെ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ഇവിടെ വന്നിട്ട് വളരെ പ്രയോജനകരമായ ഒരു സംരംഭമായിട്ടാണ് ഇത് കാണാൻ പറ്റിയത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കവർ പാല് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്നതാണ്, പനീർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സംഭാരം വരെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒരു മികച്ച കാര്യം തന്നെയാണ് മിൽമ ഇതിന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചെയ്തിരിക്കുന്നത്. കർഷകർ മിൽമയിലെത്തിക്കുന്ന പാൽ തണുപ്പുള്ള പാക്കറ്റിൽ കയ്യിലെത്തുമ്പോൾ പാലിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സമയം ചെലവഴിക്കാനില്ലാത്ത വീട്ടമ്മമാർക്കും ഡയറിയിലെ സന്ദർശനം വേറിട്ട കാഴ്ചയായി. പാല് പുളിപ്പിച്ച് തൈരാക്കി മാറ്റുവാനും മോരും വെണ്ണയും വേർതിരിക്കുവാനും അടുക്കളയിലെ പരമ്പരാഗത ടെക്നോളജികളിൽ നിന്നും ആധുനിക ടെക്നോളജി നേരിട്ട് കാണുവാൻ കഴിഞ്ഞപ്പോൾ അവസരമേകിയ മിൽമയ്ക്ക് നന്ദി പറഞ്ഞു ചില വീട്ടമ്മമാർ. ഉപഭോക്താവായി മാത്രം മാറുന്ന പൊതുജനത്തിന് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ കായികാധ്വാനവും സാങ്കേതിക വിദ്യകളും മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രദർശനം സ്വാഗതാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി ജി നായർ പറഞ്ഞു. ഇവിടെ കണ്ടത് പേട ഉണ്ടാക്കുന്നത് കണ്ടു, പാല് കവറിലാക്കി വരുന്നത് കണ്ടു, അതുപോലെ നെയ്യ് ഉണ്ടാക്കുന്നത്, സംഭാരം ഉണ്ടാക്കുന്നത്, പിന്നെ ഈ പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം പലതരം വിഭവങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കയറി കാണുന്നതിലും, പക്ഷേ ഇത് വെളിയിൽ ആളുകളൊക്കെ വേറെ രീതി ഇപ്പോൾ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. ഇത് എങ്ങനെയാണ് ഈ പാലുണ്ടാക്കുന്നതെന്നും മറ്റു കാര്യങ്ങൾ വളരെ നല്ല ശുദ്ധിയോടുകൂടി നല്ല അണുക്കളൊന്നും കയറാതെ കണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് പിന്നെ ഇത് പാലുൽപ്പന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കടകളിലായാലും കിട്ടുന്നത്. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പരിശുദ്ധിയും ഗുണമേന്മയും നിലനിർത്തിയാണ് പത്തനംതിട്ട മിൽമ ഡയറിയുടെ പ്രവർത്തനമെന്നും ഇതിനുള്ള അംഗീകാരമാണ് പത്തനംതിട്ട ഡയറിക്ക് ISO സർട്ടിഫിക്കറ്റ് നേടാൻ കഴിഞ്ഞതെന്നും മാനേജർ ഹരിഹരൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലവും പത്തനംതിട്ട മിൽമ ഡയറിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലാണെന്നും ഉപഭോക്താക്കൾക്ക് പരിശുദ്ധമായ പാൽ നൽകി അവരുടെ അവകാശം സംരക്ഷിക്കുവാൻ മിൽമയ്ക്ക് കഴിയുന്നതിന്റെ തെളിവാണ് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള അംഗീകാരമായി ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് എന്നും ISO 22000-2005 സർട്ടിഫിക്കറ്റ് നേടുന്ന ദക്ഷിണ കേരളത്തിലെ മിൽമയുടെ ഏക പ്ലാന്റാണ് തട്ട തോലെടുത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റെന്നും മാനേജർ ഹരിഹരൻ പറഞ്ഞു. ദക്ഷിണ കേരളത്തിലെ മിൽമയുടെ ഒരേ ഒരു ISO 22000-2005 സർട്ടിഫൈഡ് ഡയറിയാണ്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള ഉന്നതമായ അന്തർദേശീയ അംഗീകാരമായ ISO സിസ്റ്റംസ് അത് നമുക്ക് പത്തനംതിട്ട ഡയറിക്ക് ലഭിച്ചിട്ടുണ്ട്. 6 മാസം മുന്നെയാണ് അത് ലഭിച്ചത്. ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം ഡയറിയുടെ പ്രവർത്തനത്തിൽ വളരെയധികം പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. സെയിൽസിലൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സുരക്ഷിതമായ രീതിയിലുള്ള പാലും ഉൽപ്പന്നങ്ങളുമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്, അത് ഓരോ കൺസ്യൂമറുടെ അവകാശമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ സർട്ടിഫിക്കേഷന് കഴിഞ്ഞിട്ടുണ്ട്. 2010 പ്രവർത്തനം തുടങ്ങിയ പ്ലാന്റ് മികച്ച നിലയിലാണ് മുന്നോട്ടു പോകുന്നത്. 60,000 ലിറ്റർ ഉൽപാദനശേഷിയുള്ള പ്ലാന്റിൽ പ്രതിദിനം 54,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. 38,000 ലിറ്ററാണ് മിൽമ നേരിട്ട് സംഭരിക്കുന്നത്. 15,000 ലിറ്റർ പാൽ പുറത്തുനിന്നും സംഭരിക്കുന്നു. വാഹനങ്ങളിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കുന്ന പാലിന്റെ രുചി, അമ്ലത, കൊഴുപ്പിന്റെ അളവ് എന്നിവ പരിശോധിച്ച ശേഷമാണ് സംസ്കരണത്തിനായി സ്വീകരിക്കുക. പുറത്തുനിന്നും എത്തിക്കുന്നതാണെങ്കിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയുവാനുള്ള പരിശോധനയും ഒപ്പം കർശനമായ ഗുണനിലവാര പരിശോധനയും നടത്തിയാണ് സംഭരണിയിലേക്ക് മാറ്റുന്നത്. സംസ്കരണ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുവാനുള്ള ലബോറട്ടറിയും പ്രവർത്തിക്കുന്നുണ്ട്. പാക്കറ്റിനുള്ളിലാക്കുവാനുള്ള പാൽ പാസ്ചറൈസേഷന് വിധേയമാക്കുന്നു. പ്രോസസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ചറൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് പാല് അണുവിമുക്തമാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പാല് നമ്മൾ 72 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കിയതിന് ശേഷം 15 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്യുമ്പോൾ ഹാംഫുള്ളായിട്ടുള്ള എല്ലാ അണുക്കളും നശിക്കും. അതിനുശേഷം വീണ്ടും ഉടനെ തന്നെ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് വീണ്ടും തണുപ്പിക്കും. അതാണ് പാസ്ചറൈസേഷൻ പ്രോസസ്സ്. അത് ചെയ്യുന്നത് പാസ്ചറൈസർ എന്നുള്ള പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്തിലെ കൊഴുപ്പിൻ്റെ ഗ്ലോബ്യൂൾസ്, ഫാറ്റ് ഗ്ലോബ്യൂൾസ് ചെറുതാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോഴും കൊഴുപ്പ് പാലിനകത്ത് തന്നെ കംപ്ലീറ്റായിട്ട് ചേർന്ന് ലയിച്ച് കിടക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇതിനോടൊപ്പം തന്നെ ക്രീം സെപ്പറേഷൻ എന്ന ഒരു ഉപകരണം കൂടെ ഇതിൻ്റെ കൂടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലിൽ അധികമുള്ള കൊഴുപ്പ് നീക്കുന്നതിനാണ് ഈ ക്രീം സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. പാൽ സംസ്കരണ സമയത്ത് കൊഴുപ്പിന്റെ വിതരണം തുല്യമാക്കുന്നതിനും ഓരോ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഓരോ ഘട്ടത്തിലും പരിശോധന നടത്തുന്നതായും ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ S. ബിന്ദു പറഞ്ഞു. മിൽക്ക് ചില്ലിംഗ് സെന്ററിൽ കളക്ട് ചെയ്യുന്ന പാല്
ചില്ല് ചെയ്യുന്ന പാല്. അത് ടാങ്കർ, ഇൻസുലേറ്റഡ് ടാങ്കറാണ്. ടാങ്കർ ചെന്ന് അവിടെ എടുത്ത് പാല് ഡയറിയിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് കൊണ്ടുവന്നാലുടൻ തന്നെ അതിൻ്റെ ടേസ്റ്റ്, പിന്നെ അസിഡിറ്റി, ഫാറ്റ്, SNF, MBRD തുടങ്ങിയ ടെസ്റ്റുകൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ പാല് സ്വീകരിക്കത്തുള്ളൂ. പിന്നെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന മിൽക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ അഡൾട്രേഷന്, പ്രിസർവേറ്റീവ്സ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ ടേസ്റ്റ് നോക്കും. ഇതെല്ലാം നോക്കി ക്വാളിറ്റി അഷ്വർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാല് റിസീവ് ചെയ്യത്തുള്ളൂ. റിസീവ് ചെയ്യുന്ന പാല് വീണ്ടും ചിലറുള്ളിൽ കയറ്റി 4 ഡിഗ്രിയിലാക്കി സൈലോളിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം അത് പാസ്ചറൈസേഷൻ എന്ന പ്രോസസ്സിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമുക്ക് 2 ടൈപ്പ് പാലാണുള്ളത്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും. അതിൽ ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക് നമ്മൾ ഹോമോജനൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഹോമോജനൈസറിൽ കൂടെ കയറ്റി എന്നുവെച്ചാൽ ഫാറ്റ് എല്ലാവരും കൂടെ അഗ്രിഗേറ്റ് ചെയ്തായിരിക്കുന്നത്. അത് ഹോമോജനൈസർ കയറുമ്പോഴത്തേക്ക് ഫാറ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തതിന് ശേഷം പാല് ടാങ്കിൽ നിറയ്ക്കുന്നു. ആ ടാങ്കിൽ നിന്ന് പാല് ഫില്ല് ചെയ്യുന്നു, കോൾഡ് സ്റ്റോറിൽ സൂക്ഷിക്കുന്നു. ഡിസ്ട്രിബ്യൂഷനിലും കോൾഡ് സ്റ്റോറിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് തണുപ്പിച്ച് തന്നെയാണ്. അതിനുശേഷം അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ തണുപ്പിച്ച് തന്നെ സൂക്ഷിക്കുന്നു. ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിപ്പം പാലെന്നല്ല എല്ലാ ഉൽപ്പന്നങ്ങളും ക്വാളിറ്റി അഷ്വർ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തോട്ട് വിടത്തുള്ളൂ. അതിൽ പാസ്ചറൈസ് ചെയ്തെന്ന് അറിയാൻ നമ്മൾ ഫോസ്ഫറ്റൈസ് ടെസ്റ്റ് നോക്കുന്നുണ്ട്. അത് ഫോസ്ഫറ്റൈസിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണിക്കാൻ, ഫോസ്ഫറ്റൈസിൽ ഡിഫക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാതെ ഹീറ്റ് ആവുന്നതിൻ്റെയാണ്. അപ്പോൾ അതിപ്പോൾ എന്തെങ്കിലും സ്റ്റീമിൻ്റെ പ്രശ്നമോ മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ടോ വന്നാൽ അത് നമ്മൾ വീണ്ടും ഒന്ന് റീപ്രോസസ് ചെയ്യുന്നു. അങ്ങനെ ക്വാളിറ്റി ഒരു 100% ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ പാല് നമ്മൾ പുറത്തോട്ട് കൊടുക്കത്തുള്ളൂ. പാലിന്റെ സംസ്കരണത്തിലും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഗുണമേന്മയും പരിശുദ്ധിയും നിലനിർത്തിയുള്ള പ്രവർത്തനമാണ് പത്തനംതിട്ട മിൽമ ഡയറി പ്ലാന്റിനുള്ള ISO അംഗീകാരമെന്നും ഉപഭോക്താക്കളുടെ അവകാശം ഇതിലൂടെ സംരക്ഷിക്കുവാൻ മിൽമയ്ക്ക് കഴിയുന്നുവെന്നും മാനേജർ G. ഹരിഹരൻ പറഞ്ഞു. വെള്ളം പാഴാക്കാതെയുള്ള പ്ലാന്റിന്റെ പ്രവർത്തനവും ശ്രദ്ധേയമാണ്. പാൽ സംസ്കരണത്തിനും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഏകദേശം 1 ലക്ഷം ലിറ്ററോളം വെള്ളമാണ് ദിനംപ്രതി വേണ്ടിവരിക. എന്നാൽ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ജലം ആധുനിക രീതിയിലുള്ള സീവേജ് ട്രീറ്റ്മെന്റ് സംവിധാനത്തിലൂടെ വീണ്ടും ഉപയോഗയോഗ്യമാക്കുന്നു. മലിനജലത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് പ്രത്യേക സാങ്കേതികവിദ്യയിലൂടെ ഖരപദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നു. ബാക്ടീരിയയെ ഉപയോഗിച്ച് മാലിന്യത്തെ വിഘടിപ്പിച്ച് ഫിൽട്ടർ ചെയ്താണ് മലിനജലം ശുദ്ധീകരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയ ശേഷം ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളം കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നുവെന്നും എഞ്ചിനീയർ KR അജിത് കുമാർ പറഞ്ഞു. ഉത്ഭവിക്കുന്ന എല്ലാ വേസ്റ്റും ഡ്രെയിനേജ് വഴി, പൈപ്പുകൾ വഴി ഈ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് ഒരു ബാർ സ്ക്രീനിൽ നിന്നും ഇതിൻ്റെ സോളിഡ്സ് അല്ലെങ്കിൽ കവറ് മറ്റ് വരുന്ന വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്യും. അതിനുശേഷം പൊങ്ങിക്കിടക്കുന്ന കൊഴുപ്പ് നമ്മളവിടെ നീക്കം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ഈ റോ എഫ്ലുവന്റ് ടാങ്കിൽ വരുന്ന എഫ്ലുവന്റ് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് നമ്മൾ അൺഎയറോബിക് ടാങ്കിലും എയറോബിക് ടാങ്കിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ബാക്ടീരിയ ഉപയോഗിച്ചാണ് ഈ വേസ്റ്റിനെ വിഘടിപ്പിച്ചിട്ട് സെറ്റിൽ ചെയ്യുന്ന സോളിഡ്സ് ആക്കി മാറ്റുകയാണ്, സ്ലഡ്ജാക്കി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 അൺഎയറോബിക്കിലും എയറോബിക്കിലും നടക്കുന്ന പ്രവർത്തനം കാരണം ഈ വേസ്റ്റ് എല്ലാം സെറ്റിൽ ചെയ്യുന്ന സോളിഡ്സ് ആക്കി മാറും. അത് പിന്നെ ക്ലാരിഫയറിലെത്തി കഴിയുമ്പോൾ അവിടെ ഇതെല്ലാം അടിയുകയാണ് ചെയ്യുന്നത്. അത് സമയങ്ങളിൽ അത് സ്ലഡ്ജായിട്ട് അടിയിൽ നിന്നും പമ്പ് ചെയ്ത് മാറ്റും. മുകളിലുള്ള തെളിഞ്ഞ വെള്ളമാണ് പിന്നെ വീണ്ടും ഒരു സ്ലോ സാൻഡ് ഫിൽറ്ററിന് കടത്തിയതിനു ശേഷം ഫൈനൽ ട്രീറ്റഡ് വാട്ടർ ലഗൂണിലേക്ക് പോകുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്താൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡയറി ജില്ലയിൽ ക്ഷീരമേഖലയുടെ വികസനത്തിനായി വിവിധ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഡയറിയുടെ പ്രവർത്തനം ജില്ലയിൽ ക്ഷീരമേഖലയെ കൂടുതൽ സജീവമാക്കുകയാണ്.